ഈശ്വരാ, പാവത്തുങ്ങൾക്ക് ഇങ്ങനെ സൗന്ദര്യം തരല്ലേ. നവംബർ മാസത്തിലെ എൻ്റെ 4ാമത്തെ കല്യാണത്തിനായി ഞാൻ പോവുകയാണ്. ഇന്നത്തെ കല്യാണം എൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടിൻ്റെയാണ്. ഇതാണ് നമ്മുടെ റിച്ചാർഡ്. എവിടെയെങ്കിലും പോയിറങ്ങിയാൽ അപ്പോഴേ പുറകെ വരും. നമ്മളെല്ലാ വീട്ടുകാരും ആഹാരം കൊടുത്ത് വളർത്തുന്ന ഒരു പട്ടിയാണിത്. 5 വീട്ടിൽ നിന്ന് ഓരോ ആൾക്കാരെ വെച്ച് നമ്മൾ 5 പേരും കൂടെ ഒരു കാറിലാണ് പോയത്. ഈ കല്യാണ ചെറുക്കന് ഞാനും കൊച്ചിയിലെ എൻ്റെ വല്യമ്മച്ചിയുടെ വീട്ടിലായിരുന്നു ട്യൂഷൻ പഠിക്കാൻ പോയിരുന്നത്. അവിടെ വെച്ച് ഞാനും അവനും കൂടെ വഴക്കുണ്ടാക്കി. അങ്ങനെ അവിടെ ഇരുന്നൊരു ചൂലി നീർക്കിലെടുത്ത് ഞാൻ അവൻ്റെ കണ്ണി കുത്തി. അങ്ങനെ കടപ്പുറം ഇളകി. അവൻ്റെ വീട്ടുകാർ എൻ്റെ വീട്ടിൽ വന്നു. അങ്ങനെ വഴക്കായി, ബഹളമായി. പക്ഷെ ഞാൻ കുഞ്ഞായതുകൊണ്ട് ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം എന്നെ താക്കീത് തന്ന് വെറുതെ വിട്ടു. അങ്ങനെ നമ്മൾ ഡെസ്റ്റിനേഷനിലെത്തി. വേണ്ട മോളെ, ചായം ബജ്ജി ഇപ്പോൾ വേണ്ട. ഈ ഓഡിറ്റോറിയം പുതുക്കിയതിന് ശേഷം ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. നല്ല രസമുണ്ടായിരുന്നു. ഇപ്പോഴത്തെ തലമുറകളെല്ലാം ഗെയിമുകൾക്ക് അടിമയാണ്. നശിച്ച തലമുറ. അങ്ങനെ പയ്യനെത്തി. ഇവന്റെ കണ്ണിതുവരെ ശരിയായില്ലായിരുന്നു. ഇതാണ് പിയ്യാപ്പിളയും പെണ്ണും. അത് കഴിഞ്ഞ് നേരെ യുദ്ധക്കളത്തിലേക്ക് നീങ്ങി. കുറച്ച് ചോറും ഒരുപാട് ഇറച്ചിയും വാങ്ങി. അത് കഴിഞ്ഞ് ഒരു സ്കൂപ്പ് വാനില വിത്ത് ബ്രൗണിയും വാങ്ങി. അതും കഴിച്ചിട്ട് നേരെ വീട്ടിലേക്ക് തിരിച്ചു. എനിവേ, ഞാൻ പോകുന്നു. ബൈ.